നമസ്കാരം, ഞാൻ ദിനേഷ് സോപ്പർണിക. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ വിത്ത് മുളപ്പിക്കലിൻ്റെ കേട്ടോ. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഒരു ചട്ടിയിൽ അടിയിൽ നമ്മൾ ഓട് കഷ്ണം കല്ലൊക്കെ വയ്ക്കില്ലേ, അതേപോലെ വെച്ചതിൻ്റെ ഹോൾസ് അടച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത്, കൂടുതലും മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ട് ഒരു കനത്തിൽ, ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ, 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ ഈ വളവും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത് ഒരു ലെയർ നിറച്ചു. അതിൻ്റെ മുകളിലാണ് നമ്മളെ സാധാരണ മണ്ണും മണലും കൂടിയിട്ട് ഒന്ന് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഏകദേശം 2 ഇഞ്ച് കനത്തിൽ വളമാണ് ഉള്ളത്. അതായത് മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പും അതിൽ കൂടുതൽ മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെ ഇട്ടു. അതിൻ്റെ മേലെ 1 ഇഞ്ച് കനത്തിൽ, ഏകദേശം അങ്ങനെ കണക്കാക്കുക, 1 ഇഞ്ച് കനത്തിൽ നമ്മളെ സാധാരണ മണ്ണും മണലും റോട്ടിലൂടെ ഒലിച്ചു വരുന്ന, പറമ്പിലേക്ക് ഇങ്ങനെ ഒലിച്ചു വരുന്ന മണ്ണില്ലേ തരിയായിട്ടുള്ള, അത് ഇട്ടു. അതിൽ ചുവന്ന മണ്ണും മണലും കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിട്ടിട്ടുള്ളത്. ചുവന്ന മണ്ണാണ് നമുക്കിവിടെ ഉള്ളത്. അത് പിന്നെ ഇതേപോലെ എടുത്തു വെച്ച് വെയിലത്തിട്ട് ഉണക്കി ചാക്കിലെടുത്ത് വെച്ച മണ്ണ്. ആ മണ്ണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ അറബിക്കത്തിൻ്റെ വിത്താണ്. ഒരു 20 വിത്ത് ആണ് ഇപ്രാവശ്യം കിട്ടിയതാകെ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ പറയാം, മഴയിൽ മുഴുവൻ അറബിക്കത്തിൻ്റെ വിത്ത് മുഴുവനും നാശമായിപ്പോയി. അപ്പോൾ ഈ 20 വിത്ത് നമ്മളൊരു ചട്ടിയിലിട്ടിട്ട് മുളപ്പിക്കുകയാണ്. ആ മുളപ്പിക്കാൻ ഞാൻ ചെയ്യുന്ന മാർഗ്ഗതാണ്, ഈ വളം അടിയിലിട്ടു, അതിൻ്റെ മേലെ ലെയറിൽ മണ്ണും മണലും കൂടി ഒരു ലെയർ ഇട്ടു. അതിൻ്റെ മേലെ ഈ വിത്തുകൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. 20 വിത്തും കൂടി ഞാൻ ഒരു ചട്ടിയിൽ തന്നെ ഇടുക കേട്ടോ, പല സ്ഥലത്ത് നിന്നോട്ടെ. പല സ്ഥലത്തായിട്ട് വിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഈ പൊടി മണ്ണ് അല്ലെങ്കിൽ മണ്ണും കൂടിയിട്ടുള്ള മിശ്രിതം, മണലും മണ്ണും കൂടി മിശ്രിതമായിട്ടുള്ള നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച വളമില്ല കേട്ടോ, മണ്ണും മണലും. അതിൽ പഴക്കമുള്ള മണ്ണാണ് എടുത്തുള്ളത്. ഇതൊക്കെ ചാക്കിൽ സെറ്റാക്കി വെച്ച മണ്ണ്. ആ മണ്ണ് അല്ലെങ്കിൽ മണലെടുത്താലും മതി. നിങ്ങൾ ഇതിൻ്റെ മേലെ ഒന്നിങ്ങനെ വിതറി കൊടുക്കുക. ഒന്ന് ഈ വിത്ത് മൂടുന്ന തരത്തിൽ ഒന്ന് വിതറി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വിത്ത് മൂടുന്ന തരത്തിൽ വിതറി കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ സാഫ് കലക്കിയ വെള്ളം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാഫ് കലക്കിയ വെള്ളം ഒന്ന് ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്യണം. ഒരു നല്ല ഓവറാവണ്ട, എന്നാലും അത്യാവശ്യം ആ മണ്ണും വിത്തും ഒന്ന് നനയുന്ന തരത്തിലുള്ളൊരു സ്പ്രേ കൊടുത്തു. ഇത്രയാണ് ഇപ്പോൾ വിത്ത് മുളപ്പിക്കാൻ ചെയ്ത്. ഇനി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ട്രാൻസ്പെറൻറ്റ് കടലാസ് വലിച്ചു കെട്ടിയിട്ട് ഒരു ദിവസം വയ്ക്കാം. ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും വിത്ത്. ഇപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യില്ല, ഞാൻ ഓപ്പൺ ആയിട്ട് വെക്കുകയാണ്. ഇന്ന് മഴ വന്നാൽ ഈ മഴയിൽ മുഴുവൻ ഈ വിത്ത് മഴ നനയുന്ന തരത്തിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് മെല്ലെ മെല്ലെ മുളച്ചു വരും. ഇത് ഇപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ പാകാൻ വെച്ച വിത്താണ്. ഒരാഴ്ച പഴക്കം കൂടുതലായി ഈ വിത്തുകൾ. കാരണം കഴിഞ്ഞ ആഴ്ച പാകണം എന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ച വിത്താണ്. മണ്ണൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു, പക്ഷേ മഴ കൂടിയതുകൊണ്ട് നടാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാനത് പാകി. ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ മുളച്ചതും ഒക്കെ കാണിച്ചു തരാം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗതാണ് കേട്ടോ. ഇനി പുറത്ത് വെച്ച് മുളപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അകത്ത് ഒരു ടംബ്ലർ, ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ അറബിക്കം വിത്തൊക്കെ പറഞ്ഞാൽ ഒരു എണ്ണത്തിനാണ് 30, 40, 50 രൂപയൊക്കെ റേറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ നമുക്ക് 1 2 കിട്ടിക്കഴിഞ്ഞാൽ നാശാവാതെ വൃത്തിയായിട്ട് മുളപ്പിച്ചെടുക്കുക. അകത്ത് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ച് മുളപ്പിക്കുക. അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ടുള്ള ചെയ്യാണ്. ഞാൻ പറഞ്ഞു, അണുവിമുക്തമാക്കിയ വിരകളും മറ്റൊതൊന്നും ഇല്ലാത്ത മണ്ണാക്കി സോളറൈസ് ചെയ്ത, വെയിലത്തിട്ട് ഉണക്കുക അല്ലെങ്കിൽ ചൂടാക്കിയ മണ്ണ് എടുത്ത് വെച്ചു. ഇനി കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, അതേപോലെ പിന്നെ ശുദ്ധീകരിച്ച് ചകിരിച്ചോറാണെങ്കിലും മുളപ്പിച്ചെടുക്കുക. പക്ഷേ വെള്ളം കൂടി കഴിഞ്ഞാൽ ഈ സാധനം ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഞാൻ ചെയ്യുന്ന രീതി. ഓക്കെ, താങ്ക് യു. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ.